ഇനി MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, മൂന്ന് മുന്നണികളും ഏതാണ്ട് ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുമ്പോൾ ഓരോ വിമതനും ഓരോ വോട്ടും നിർണായകമാണ്. കോഴിക്കോട്ട് ഈ അവസാന മണിക്കൂറിലെ ചർച്ചകൾ, അവസാന മണിക്കൂറിലെ ചരട് വലികളൊക്കെ എങ്ങനെയാണ്? ശ്രീജ, കോഴിക്കോട് ഏറ്റവും പ്രധാനമായി വിമത ഭീഷണിയുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെയാണ്. കോൺഗ്രസിന് നമുക്ക് അറിയാം, ആദ്യം മുതൽ ഈ സ്ഥാനാർത്ഥി നിർണയ സമയം മുതൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2 സിറ്റിംഗ് കൗൺസിലർമാർ, കോൺഗ്രസിന് തന്നെ സിറ്റിംഗ് കൗൺസിലർമാർ, ഒരു സിറ്റിംഗ് കൗൺസിലർ അൽഫോൺസ, അവർ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. UDFന്റെ തന്നെ മുസ്ലിം ലീഗിൽ നിന്നുള്ള റംലത്ത് മൂന്നാലിംഗൽ ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. അവരുടെ വെള്ളയിൽ മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായി നടക്കാവിൽ നിന്നും മത്സരിക്കുന്നു. ഒപ്പം കല്ലായിൽ മണ്ഡലം പ്രസിഡന്റും മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും പൂർണ്ണമായും വാർഡ് കമ്മിറ്റി അടക്കം രാജിവെച്ച്, അതായത് CMP സ്ഥാനാർത്ഥിക്ക് സീറ്റ് വിട്ടു നൽകി പ്രതിഷേധിച്ച് രാജിവെക്കുകയും അവിടെ അയൂബ് എന്ന സ്ഥാനാർത്ഥി വിമതനായി മത്സരിക്കുകയും ചെയ്യുന്നു. കാരശ്ശേരി ഡിവിഷനിൽ കുന്നമംഗലം ബ്ലോക്കിൽ അവിടെ 4 സ്ഥാനാർത്ഥികളാണ് UDFിൻ്റെതായി മത്സരരംഗത്തുള്ളത്. ഫറൂഖ് നഗരസഭയിൽ ഇപ്പോൾ 22ാം വാർഡിൽ 6 സ്ഥാനാർത്ഥികൾ UDFിൻ്റെതായി മത്സരരംഗത്തേക്ക് വരുന്നു. മറുവശത്ത് CPM CPIയും തമ്മിലുള്ള മത്സരമാണ് നാദാപുരം ഡിവിഷനിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ തിരിഞ്ഞതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും. നമുക്കൊപ്പം ഇപ്പോൾ ഒരു വിമത സ്ഥാനാർത്ഥി, കോർപ്പറേഷനിലെ വിമതനായ അയൂബ് ഉണ്ട്. എന്താ, മത്സരിക്കാൻ തന്നെ ഉറച്ചു തീരുമാനിച്ചു നിൽക്കുകയാണോ, അതോ പിന്മാറാൻ എന്തെങ്കിലും സാഹചര്യമുണ്ടോ? പല നേതാക്കളും പല രീതിയിലും ബന്ധപ്പെട്ടിരുന്നു. ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് കാലങ്ങളായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന ചാലപ്പുറം സീറ്റ് ഒരു ഘടകകക്ഷി, കോൺഗ്രസിന് കൈവശമുള്ള ഒരു സീറ്റ് ഒരു ഘടകകക്ഷിക്ക് നമ്മളെ പോലുള്ള പ്രവർത്തകരുടെ വാക്ക് ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഘടകകക്ഷിക്ക് വിറ്റതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഞാൻ മത്സരരംഗത്തേക്ക് വന്നത്. വെച്ച കാൽ എന്തായാലും പിന്നോട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവൊക്കെ വിളിച്ചോ, അതോ മുതിർന്ന ആരെങ്കിലും ബന്ധപ്പെട്ടോ? പല നേതാക്കളും വിളിച്ചിരുന്നു, അവരുടെ PM വിളിച്ചിരുന്നു, സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ ആകെ ഒന്നേ ഉള്ളൂ, കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് വരിക, വേറെ ആരെങ്കിലും നിങ്ങൾ വിഡ്രോ ചെയ്യാൻ നോക്കുക, അയ്യൂബിനെ വിഡ്രോ ചെയ്യുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ്. ഒരു കോൺഗ്രസ്സുകാരൻ വന്നാൽ നിങ്ങൾ പിന്മാറിയല്ലേ അല്ലേ? അതെ, കൈപ്പത്തി ചിഹ്നത്തിലാണ് ആര് വന്നാലും. എനിക്ക് സീറ്റിന് വേണ്ടി ഞാൻ എവിടെയും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വർഷങ്ങളായി കോൺഗ്രസിന്റെ കൈവശമുള്ള സീറ്റ് ഘടകകക്ഷികൾക്ക് നമ്മളോട് പോലും പ്രവർത്തകരുടെ അഭിപ്രായത്തെ പോലും മാനിക്കാതെ വിറ്റതിലുള്ള പ്രതിഷേധമാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ ചാലപ്പുറത്തുകാർ മൊത്തത്തിൽ എൻ്റെ കൂടെ ഉണ്ട്. ശ്രീജ, അതാണ് മത്സരരംഗത്ത് അദ്ദേഹം ഉറച്ചു നിൽക്കും. ഒരു തരത്തിലുമുള്ള അനുനയ ഭീഷണികൾക്ക് വഴങ്ങുന്നില്ല, അനുനയ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നടക്കം അദ്ദേഹത്തെ ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതാണ് കോഴിക്കോട് ജില്ലയിലെ മത്സരചിത്രം. വിമതന്മാർ മത്സരരംഗത്ത് തുടരുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശരി, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് ഇപ്പോൾ ചില ഭാഗത്തൊക്കെ, ചില ഏരിയയിൽ, ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലാണ് അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയെങ്കിൽ കാസർഗോഡ് പലയിടത്തും ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. നമുക്ക് ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, ബൈജുവിലേക്ക് എത്താം. അനീഷിലേക്ക് ഒരിക്കൽ കൂടി. അനീഷ്, ഈ അവസാന നിമിഷവും കോഴിക്കോടിനെ സംബന്ധിച്ച് ഈ കോർപ്പറേഷനിൽ അവർക്ക് കോൺഗ്രസിനുണ്ടായ ആദ്യഘട്ടത്തിലൊരു തിരിച്ചടിയുണ്ട്. VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലൊരു വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ലാത്ത ഒരാളെയാണോ നിങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് എന്ന ചോദ്യം, CPMന്റെ ചോദ്യം നേരിടുക എന്നത് ബുദ്ധിമുട്ടാണ്. ആ ഒരു ഘട്ടത്തിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് അവസാന ദിവസത്തേക്ക് എത്തുമ്പോൾ ഈ പ്രചാരണ രംഗത്തെ മാറ്റങ്ങൾ? ശ്രീജ, സംഘടനാപരമായി വലിയ വീഴ്ചയാണ് അക്കാര്യത്തിൽ കോൺഗ്രസിനുണ്ടായത്. കാരണം വോട്ട് പോലും ഇല്ലാത്ത ഒരാളെ മേയർ സ്ഥാനാർത്ഥി കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുന്നു. ഒപ്പം വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ജയിക്കുന്ന സീറ്റാണ് നേരത്തെ അയ്യൂബ് പറഞ്ഞ ചാലപ്പുറം ഡിവിഷൻ. അവിടെ CMPക്ക് വിട്ടു നൽകേണ്ടി വരുന്നു. ബാബുരാജ് എന്ന DCC സെക്രട്ടറി പാർട്ടി വിട്ട് പുറത്തേക്ക് പോവുകയും പിന്നീട് LDFന് പിന്തുണ നൽകുകയും ചെയ്യുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ആൾ LDF സ്ഥാനാർത്ഥിയായി തന്നെ മാറുന്നു. കൗൺസിലറായിരുന്ന ആൾ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മാറുന്നു. UDFന്റെ കൗൺസിലറായി ലീഗിന്റെ ജനപ്രതിനിധിയായിരുന്ന ആൾ LDFന്റെ ജനപ്രതിനിധിയാവാൻ മത്സരിക്കുന്നു. അങ്ങനെ അതീവ സങ്കീർണമായ, മറ്റ് പാർട്ടികൾക്കൊന്നുമില്ലാത്ത ചില പ്രതിസന്ധികളെയാണ് നേരിടേണ്ടി വരുന്നത്. നമുക്കറിയാം, 10-45 കൊല്ലത്തിലധികമായി LDF ഭരിക്കുന്ന, LDFന്റെ ഒരു ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കോർപ്പറേഷനാണ് കോഴിക്കോട്. അവിടെയാണ് ഭരണം പിടിക്കണമെന്ന ആഗ്രഹവുമായി, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കോർപ്പറേഷനിലെ ഭരണ
നിയമത്തിനെതിരായ സമര പരമ്പരകളുമായി രാപ്പകൽ സമരവും മറ്റു സമരങ്ങളുമൊക്കെയായി മുന്നോട്ട് വന്ന കക്ഷികളാണ്. ഈ മാർക്കറ്റിന്റെ വിഷയം, പാളയം മാർക്കറ്റ് പുതിയത് ഉദ്ഘാടനം ചെയ്തതടക്കം, എളിയമ്പറമ്പിലെ മാലിന്യ പ്രശ്നമടക്കം ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമായിരുന്ന ഒരു മുന്നണിയാണ് ഉള്ളിലെ പ്രശ്നങ്ങൾ മൂലം തന്നെ നട്ടം തിരിയുന്ന അവസ്ഥ നമ്മൾ കാണേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ദുൽഖിഫിൽ എന്ന UDFന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ശ്രദ്ധേയമായിരുന്നു. കാരണം വോട്ട് പോലും ഇല്ലാത്ത ആളെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്ന നേതൃത്വം KSU നേതാക്കൾ പോലും കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു കോളേജ് തെരഞ്ഞെടുപ്പിന് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ കാണിക്കുന്ന ജാഗ്രത പോലും കാണിച്ചില്ല എന്ന വിമർശനം. എന്തായാലും പാർട്ടിക്കുള്ളിൽ ശക്തമായ വിമർശനവും പ്രതിഷേധങ്ങളും ഒക്കെ ഇപ്പോൾ നിലനിൽക്കുന്നു. ഒരുപക്ഷെ കൂടുതൽ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഈ അസംതൃപ്തിയിലാണ്. പക്ഷേ അവരൊന്നും ഇപ്പോൾ ഇത് പുറത്തേക്ക് പറയുന്നില്ല എന്ന് മാത്രം. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ഫൈനൽ പോരാട്ടമാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. 2 തവണയായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്. അണികളിലെ ആത്മവീര്യം അങ്ങേയറ്റം ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ കൊണ്ടാണ് പല നേതാക്കളും ഈ കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ച് അല്ലെങ്കിൽ താൽക്കാലികമായി ഇത് മറന്നിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു വലിയ പൊട്ടിത്തെറി മാറും. ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പോലും കൃത്യമായി തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് വലിയ പ്രചാരണ ആയുധമായി LDF എടുക്കുന്നുമുണ്ട്. കാരണം സംഘടനാ കാര്യങ്ങളിൽ ഇത്തരം ഗൗരവമില്ലാത്ത ഒരു ഇടപെടലാണ്. ഇത്തരം ആളുകൾ, അല്ലെങ്കിൽ ഇത്തരം മുന്നണിയിലെ ആളുകൾ ഒരു കോർപ്പറേഷനിലേക്ക് വന്നാൽ അവിടുത്തെ 10,000, 6,000, 7,000 വരുന്ന ജനങ്ങളുടെ കാര്യം എങ്ങനെ നോക്കും എന്ന ചോദ്യമൊക്കെയാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് തോടുകൂടി കഴിയുമ്പോൾ വിമതരുടെ വഴിക്ക് വിടുന്നു, UDFന്റെ വഴിക്ക് പോകുന്നു, കോൺഗ്രസിന്റെ വഴിക്ക് പോകുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച തന്നെയാവും. അത്തരം രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് വാർഡുകൾ നീങ്ങുമ്പോൾ അതുവരെയുള്ള ചർച്ചകളൊക്കെ അപ്രസക്തമാവും. പിന്നീട് നേരിട്ട് സ്ഥാനാർത്ഥികൾ അവരുടെ കാര്യങ്ങൾ പറയുന്നു, അവരുടെ പ്രവർത്തകർ അവരുടെ കാര്യം പറയുന്നു, കൂട്ടുപിടിക്കുന്നു, തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു എന്ന നിലയിൽ തന്നെയാണ്. എന്തായാലും നിലവിൽ അവരുടെ പ്രചാരണം ഊർജിതമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം UDFന്റെ കൺവെൻഷൻ നടന്നിരുന്നു. VD സതീശനടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിലാണ് നടന്നത്. PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ വന്നു. ഒപ്പം പ്രമുഖരായ നേതാക്കളെയൊക്കെ വരും ദിനങ്ങളിൽ ഇറക്കാനുള്ള ആലോചനയുമുണ്ട്. കാരണം കോഴിക്കോട് കോർപ്പറേഷൻ ഒരു ബാലികേറാമലയായി തുടരുകയാണ്. നിയമസഭ പിടിക്കണമെങ്കിൽ കോഴിക്കോട് പിടിച്ചാലേ നടക്കൂ എന്ന ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹത്തിലേക്കാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ശ്രീജ. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി കൊച്ചിയിലേക്ക്